നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ PMC കാലം വന്നപ്പോൾ സ്ഥിരമായി കേൾക്കുന്നു, എടാ മറ്റവനെ, നിന്റെ മക്കളെ നീ എല്ലാം പഠിപ്പിച്ചിട്ട് പാവങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാ ചോദ്യം. ഏറ്റവും മിതമായ വാക്കാണ് ഞാൻ പറഞ്ഞത്, വേറെ വാക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവൾ രശ്മി എന്നാണ് പേര്. പഠിച്ചത് സാധാരണ സ്കൂളിൽ, കോഴിക്കോട്ട് വെസ്റ്റ് ഹില്ലിൽ സെൻറ് മൈക്കിൾസ് ഹൈസ്കൂൾ എയ്ഡഡ് സ്കൂൾ. പിന്നെ പഠിച്ചത് കോഴിക്കോട്ടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ എയ്ഡഡ് കോളേജ്. പിന്നെ പഠിച്ചത് മദ്രാശിയിലെ വിമൻസ് ക്രിസ്ത്യൻ കോളേജ് എയ്ഡഡ് കോളേജ്. പിന്നെ പഠിച്ചത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് പഠിച്ചത്, പിന്നെ അവൾ പഠിക്കാൻ പോയില്ല, ജോലി കിട്ടിയപ്പോൾ 16-17 കൊല്ലം അവൾ വർക്ക് ചെയ്തു. പത്രങ്ങളിൽ, ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലൊക്കെ വർക്ക് ചെയ്തു. ഒരു മാറ്റം വേണം തോന്നിയപ്പോൾ അവൾക്ക് ശമ്പളം മേടിച്ച പൈസയുടെ മിച്ചം കൊണ്ട് അഡ്മിഷൻ കിട്ടാൻ ടെസ്റ്റ് എഴുതി പാസ്സായപ്പോൾ ഇപ്പോൾ അവൾ പഠിക്കുന്നത് ഫ്രാൻസിലാണ്. ഇപ്പോൾ ഒരു PhDക്ക് ക്ഷേത്രത്തിൽ അവൾ ഗവേഷണം ചെയ്യുകയാണ്. അന്തസ്സാർന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ, മറുവഴിക്ക് മാത്രം ജീവിച്ച ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ മകളെ പോലെ അവൾ ഗവേഷണം ചെയ്യുന്നുണ്ട്. ഇതാണ് പരമാർത്ഥം. നിങ്ങൾ തന്തയ്ക്കോ തള്ളയ്ക്കോ എല്ലാം വിളിച്ചുകൊള്ളുക, ശ്രീ സത്യം ഓർത്തിരിക്കണം. അടുത്ത മകൾ പേര് സൂര്യ. പഠിച്ചത് സെൻറ് മൈക്കിൾസ് സ്കൂൾ കോഴിക്കോട്, സാമൂതിരി ഹൈസ്കൂൾ കോഴിക്കോട്. അതൊരു സാധാരണ സ്കൂളാണ്. അവിടെ +2 പാസ്സായി. പിന്നെ പഠിച്ചത് ജോധ്പൂരിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി. ടെസ്റ്റ് എഴുതി പാസ്സായി, മറിച്ചിട്ട് തന്നെ കിട്ടി. അവിടെ LLB പാസ്സായി വിത്ത് റാങ്ക്. അതുകൊണ്ട് അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കയിലെ കൊളംബിയ ലോ സ്കൂളിൽ. അവിടെ പഠിച്ചു. അവിടെ ജോലിയും കിട്ടി അമേരിക്കയിൽ വർക്ക് ചെയ്യാൻ അറ്റോർണിയായിട്ട്. അത് സ്വീകരിക്കാതെ അവളിവിടെ വന്ന് കോഴിക്കോട്ടെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതിയിലെ വക്കീലാണ്. ഇതാണ് എൻ്റെ മക്കൾ. അതുകൊണ്ട് ഈ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും വേണ്ട. ഇത് പറഞ്ഞുകൊണ്ട് PMCക്ക് വേണ്ടി ആരും വാദിക്കാൻ വരേണ്ട കാര്യമില്ല. നല്ല PMCയുടെ വഴിയെ പോകാൻ ഞങ്ങളാരും മക്കളെ വിട്ടിട്ടില്ല, വിടുകയുമില്ല. അതാണ് ദാറ്റ്. CPIയുടെ നേതാവായ ബിനോയ് വിശ്വം പറയുന്ന കാര്യമാണ് ഈ കേട്ടത്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും പഠിച്ച രീതികൾ. ഒരൊറ്റ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടില്ല കേട്ടോ, ഒറ്റ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടില്ല ആ 2 മക്കളും. എല്ലാ എയ്ഡഡ് സ്കൂളിൽ അതിൻ്റെ പേര് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അവിടങ്ങളിലൊന്നും SFI ഇല്ല, സമരമില്ല, കൊടി പിടിക്കേണ്ടി വന്നിട്ടില്ല. ബിനോയ് വിശ്വത്തിൻ്റെ മക്കളല്ലേ, അങ്ങനെ കൊടി പിടിച്ചും സമരം ചെയ്തും വളരേണ്ട. നല്ല രീതിയിൽ തന്നെ പഠിച്ചു, കേരളത്തിന് പുറത്തേക്കും പഠിച്ചു. പിന്നീട് ജോലിയൊക്കെ ആയി, അവർക്ക് ശമ്പളമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അത്രേ ഒരാൾ അമേരിക്കയിൽ പോയി പഠിച്ചത്, ഒരാൾ ഫ്രാൻസിൽ പോയി പഠിച്ചത്. ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മക്കളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആഹാ, കമ്മ്യൂണിസ്റ്റുകാരന് അമേരിക്കയായിട്ട് തന്നെ ബന്ധം? എന്താ ചൈനയിൽ പോയി പഠിച്ചുകൂടായിരുന്നോ? എന്താ ക്യൂബയിൽ പോയി പഠിച്ചുകൂടായിരുന്നോ? വേറെയും സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, വടക്കൻ കൊറിയയിൽ പോയി പഠിച്ചുകൂടായിരുന്നു? അതൊക്കെയല്ലേ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മക്കൾ പഠിക്കേണ്ട സ്ഥലം? 24 മണിക്കൂറും അമേരിക്കയെ കുറ്റം പറയുകയും അമേരിക്ക സാമ്രാജ്യത്വ ശക്തിയാണെന്നും കുത്തക ബൂർഷ രാജ്യമാണെന്നൊക്കെ പറയുകയും മക്കൾ അവിടെയൊക്കെ പോയി പഠിക്കുന്നു. അയ്യോ, ഒരു വലിയ ഒരു ഇളവ് കാണിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസത്തോട് ആണെന്ന് തോന്നുന്നു. പഠിച്ചത് അമേരിക്കയിലാണ്, പക്ഷേ അവിടെ ജോലി കിട്ടി. ആ ജോലി സ്വീകരിച്ചില്ല, ഇവിടെ വന്ന് ജോലി എടുത്തത്. എൻ്റെ ബിനോയ് വിശ്വം, ഇതൊക്കെ വിശ്വസിക്കാനും തൊണ്ട തൊടാതെ വിഴുങ്ങാനും നിങ്ങളുടെ പാർട്ടിയിൽ ഇനിയും അണികൾ ബാക്കിയുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാനാണ് ഈ ബിനോയ് വിശ്വത്തിൻ്റെ മക്കൾ 2 പേരും വിദേശത്ത് പഠിച്ചാണെന്ന തരത്തിൽ പോസ്റ്റ് ഇടുകയും പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്തത്. അത് വലിയ രീതിയിൽ ആളുകൾ അത് ശ്രദ്ധിച്ചൊരു വീഡിയോ ആണ്. ഒരുപക്ഷെ ഇദ്ദേഹം കണ്ടു കാണണം. അതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, CPIക്കാരായിട്ടുള്ള സാധാരണ അണികൾ ഒരുപക്ഷെ അന്നത്തെ വീഡിയോയിൽ ഞാൻ ചുമ്മാതെ ആരോപിച്ചാണ് അല്ലെങ്കിൽ അത് കള്ളമാണ് എന്ന് ധരിച്ചിരുന്നവർ കാണും. അവർക്കിപ്പോൾ സത്യം മനസ്സിലായല്ലോ. അദ്ദേഹത്തിൻ്റെ 2 മക്കളും വിദേശത്ത് പഠിച്ചാണ്. ഒരാൾ ഫ്രാൻസിലും ഒരാൾ അമേരിക്കയിലും പഠിച്ചാണ്. അമേരിക്കയിൽ പഠിച്ചു, അവിടെ ജോലി കിട്ടിയിട്ടും ആ ജോലി സ്വീകരിക്കാതെ ഇവിടെ വന്ന് ജോലി സ്വീകരിക്കാനുള്ള ഒരു വലിയ എന്താ പറയുക, ഒരു വിശാല മനസ്കത അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സമ്മതിക്കണം, കമ്മ്യൂണിസ്റ്റുകാരല്ലേ. എങ്കിൽ പിന്നെ ചൈനയിൽ പോയി പഠിച്ചുകൂടായിരുന്നു? അയ്യോ, അവിടെ അത്ര വിദ്യാഭ്യാസം പോരാ, നിലവാരമില്ല, അത് അമേരിക്കയിൽ തന്നെ പോകണം അത്രേ. ഇദ്ദേഹം ഇത്രയെല്ലാം പറഞ്ഞ് എന്തിനാണ്? ഞാനെങ്കിലും PMCയെ എതിർക്കും.
ഇതൊന്നും കാരണമല്ല PM-ശ്രീയെ അനുകൂലിക്കാൻ എന്ന തരത്തിലാണ്. സാധാരണപ്പെട്ട ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പഠിച്ച എയ്ഡഡ് സ്കൂളിലാണ്, സർക്കാർ സ്കൂളിലല്ല. അവിടങ്ങളിലൊന്നും സമരമില്ലായിരുന്നു. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. തുടർന്ന് കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്നു, പിന്നീട് ജോലിയാവുന്നു, ജോലി ചെയ്ത കാശ് കൊണ്ട് വിദേശത്ത് പോയി പഠിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരം ഒരു സമാനമായിട്ടുള്ളൊരു സംഘം നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് IT കമ്പനി ഉണ്ടാക്കിയ മകളുടെ കഥ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതാണ്. ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു കഥയാണ് ഈ ബിനോയ് വിശ്വം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇയാളുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? PM-ശ്രീ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ്? എത്ര പേര് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്? അതായത് കേന്ദ്ര സർക്കാർ അവരുടെ സിലബസ് PM-ശ്രീ വഴി അടിച്ചേൽപ്പിക്കുമെന്നാണ് ഇതുപോലുള്ള മണ്ട നേതാക്കൾ അവരുടെ അതിലും മണ്ടന്മാരായിട്ടുള്ള അണികളോട് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ CBSE സിലബസ് എത്രയോ സ്കൂളിലുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൊച്ചുമോൻ സഹിതം CBSE സിലബസിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ പറയുന്ന PM-ശ്രീയും മറ്റുമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ PM-ശ്രീ വഴി തന്നെ ഈ കേന്ദ്ര സർക്കാരിന് അവരുടെ ഉദ്ദേശിക്കുന്ന സിലബസ് അടിച്ചു കയറ്റേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് CBSE വഴിയും അത് സാധ്യമാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെയാണ് CBSE സ്കൂളുകളൊക്കെ. അപ്പോൾ CBSE സ്കൂളുകൾ ഇവിടെ യാതൊരു കുഴപ്പവുമില്ലാതെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടങ്ങളിൽ കൂടെ കേന്ദ്ര സർക്കാർ ഇതുപോലെ അവരുടെ അജണ്ടയാണ് അവിടുത്തെ സിലബസിലൂടെ കയറ്റുന്നത് എന്നൊരു പരാതി ആർക്കുമില്ല. അപ്പോഴാണ് PM-ശ്രീയെ പറ്റി മാത്രം ഇവർക്ക് ഇത്ര പരാതി. PM-ശ്രീ അംഗമാവുന്ന അല്ലെങ്കിൽ അതിൽ ലയിക്കുന്ന ഓരോ സ്കൂളുകൾക്കും കോടിക്കണക്കിന് രൂപ സഹായം കിട്ടും. അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കുട്ടികളുടെ ഈ പഠനവും കായികവുമായിട്ടുള്ള കാര്യത്തിനെല്ലാം ഉപകരിക്കുന്ന സംഗതികളാണത്. പക്ഷേ അത് വേണ്ട എന്നാണ് ബിനോയ് വിശ്വത്തിനെ പോലുള്ളവർ പറയുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നതാണ് അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ള കാര്യം. അവർ അതിലൂടെ കേന്ദ്ര സിലബസ് ആയിരിക്കും, ചരിത്രത്തിനെ വളച്ചൊടിക്കുന്ന തരത്തിലായിരിക്കും അതിലേക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് CBSE സ്കൂളുകൾ വേറെ ഉണ്ടെന്നേ, അതിലൂടെ ചെയ്യാം. നിങ്ങളുടെ അടക്കമുള്ള നേതാക്കളുടെ മക്കൾ അവിടെയാണ് പഠിക്കുന്നത്. അവിടങ്ങളിലൊന്നും നിങ്ങൾക്ക് പരാതിയില്ല. എന്നിട്ട് PM-ശ്രീയെ മാത്രം പരാതിപ്പെടുത്തുന്നു. എന്നിട്ട് ആ പരാതി ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മക്കൾ എവിടെയാണ് പഠിച്ചത് എന്നതിനെപ്പറ്റി ആളുകൾ സത്യം കണ്ടെത്തി അത് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അതിനെയും വന്ന് പ്രതിരോധിക്കാൻ വേണ്ടി വല്ലാതെ ന്യായീകരിച്ച് മെഴുകുന്ന ഒരു ബിനോയ് വിശ്വത്തിനെയാണ് ഇവിടെ കണ്ടത്. എന്തായാലും അയാൾ സമ്മതിച്ചല്ലോ, അയാളെ 2 മക്കളും വിദേശത്ത് പഠിച്ചിട്ടുണ്ടെന്ന്. അയാൾ 2 മക്കളും വിദേശത്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ അയാൾ പറയണമായിരുന്നു, അയാളുടെ ഭാര്യയും വിദേശത്ത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യം അവർക്ക് കിട്ടിയത് അവർ ബിനോയ് വിശ്വത്തിൻ്റെ ഭാര്യയും മക്കളും ആയതുകൊണ്ടാണ്. അല്ലാതെ ബിനോയ് വിശ്വം ഒരു സാധാരണ CPI അണിയായിരുന്നുവെങ്കിൽ ഇതൊന്നും അവർക്ക് സാധ്യമാവില്ലായിരുന്നു. മിസ്റ്റർ ബിനോയ് വിശ്വം കിടന്ന് മെഴുകിക്കൂ, ന്യായീകരിച്ച് മെഴുകിക്കൂ. പക്ഷേ ബാക്കിയുള്ളവർ, കാണുന്നവർ മണ്ടന്മാരും പൊട്ടന്മാരുമാണ് എന്ന് കരുതരുത് കേട്ടോ.